വെൽക്കം ടു യുവർ ചാനൽ സുനിതാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ്. ഒരു മുട്ട മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ വേണം ഈ വീഡിയോ കാണാൻ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കാം. 4 പുഴുങ്ങിയ മുട്ട, 4 മീഡിയം സൈസ് സവോള വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളക്, പിന്നെ ടൊമാറ്റോ പുഴുങ്ങി നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടയിൽ ഗ്രേവിയിലിടുമ്പോൾ മുട്ടയിൽ നല്ലൊരു കളർ പിടിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മുട്ട വെളുത്തിരിക്കും. അധിക സമയമൊന്നും ഇടണ്ട, ഒരു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് കൊടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പം നമുക്കത് മാറ്റാം. അടുത്തത് ഞാൻ പാൻ വെച്ചു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള അല്പം സൈസ് വലുതായിട്ട് അരിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അരിഞ്ഞാൽ തന്നെ നമുക്കിത് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് ആറി കഴിഞ്ഞ് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് അല്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അത് രണ്ടും അരച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മാത്രം ചെയ്യുക ഈ സമയത്ത്. അതിൻ്റെ പച്ചമുളകിൻ്റെ പച്ച മണമൊന്ന് മാറുന്നതും വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവോളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിത് വഴറ്റിയിട്ട് അരച്ചെടുത്തുകൊണ്ട് ഇതിനകത്ത് ഇനി അധിക സമയം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരല്പസമയം ഇട്ട് ഈ പേസ്റ്റിൻ്റെ കൂടെ ഇട്ട് സവോളയുടെ പേസ്റ്റിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കും. അപ്പം ക്യാമറയിൽ കളറിന് ഇച്ചിരി പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് ടൊമാറ്റോ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ടൊമാറ്റോ ഞാൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് എടുത്തത്. അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അത് മിക്സിക്കകത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ അതും ചേർത്തു. അതും ഒന്ന് വഴണ്ട് വന്നു. അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇല്ല, അതിലും കുറച്ചാണ് ഇട്ട് കൊടുത്ത മുളക് പൊടി. അപ്പോൾ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കൊടുക്കണം. ആവശ്യത്തിന് ഗ്രേവി എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ കളറിന് അല്പം വ്യത്യാസമുണ്ട്. നല്ല കളറിലാണ് ഇതിവിടെ കിട്ടിയിരിക്കുന്നത്. അത് ക്യാമറയുടെ ലൈറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ഇവിടെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് സവോളയ്ക്കകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളമൊക്കെ ആകുമ്പം ഒരല്പം പൊട്ടിത്തെറിക്കുന്ന പോലെ കാണും. അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണോ തവിയോ വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് വെച്ചാൽ മതി. വെള്ളം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ലാസ്റ്റിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. സ്കിപ്പ് ചെയ്താൽ നമ്മളൊരു സിനിമയിൽ മോഹൻലാൽ കണ്ടതുപോലെ ഗോയിങ് ഗോയിങ് എന്ന സിനിമയിൽ മോഹൻലാൽ കണ്ടതുപോലെ ചിക്കന് അതുപോലെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.